പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് ഇവിടെ നാം ചിന്തിക്കുന്ന ചിന്താവിഷയം നമുക്കെല്ലാവർക്കും വേണ്ടതായ പരമപ്രധാനമായ ഒരു കാര്യത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, നാം ജീവശ്വാസം ശ്വസിക്കുന്നത് കൊണ്ടാണ് ജീവിച്ചിരിക്കുന്നത്. ശ്വാസം നിന്നുപോയാൽ മനുഷ്യൻ ജീവനില്ലാത്ത മൃതശരീരമായി. നമ്മുടെ ജീവശ്വാസത്തിന് മനുഷ്യൻ്റെ ഉത്ഭവവുമായി ഒരു ബന്ധമുണ്ട് എന്ന വസ്തുത നിങ്ങൾ എത്രമാത്രം ഗൗരവമായി മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഈ ലോകത്തിലുണ്ടായ ആദ്യ മനുഷ്യൻ ജീവിക്കാനിടയായത് അവന് ജീവശ്വാസം ശ്വസിക്കാൻ സാധിച്ചതിനാലാണ്. ജീവശ്വാസത്തെക്കുറിച്ച് ആധികാരികമായി പറയുന്ന ബൈബിൾ അതിലെഴുതിയിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു: യഹോവയായ ദൈവം നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ നിർമ്മിച്ചു, അവന്റെ മൂക്കിലേക്ക് ജീവശ്വാസമൂതി, മനുഷ്യൻ ജീവനുള്ള ദേഹിയായി. ദൈവം ആദാമിന്റെ മൂക്കിലേക്ക് ഊതുന്നതിനെ ജീവിതത്തിന്റെ തന്നെ സത്തയായ ഹീബ്രുവിൽ നിഷ്പത് ചായിം എന്ന് പറയുന്ന ജീവശ്വാസം നൽകുന്ന നിമിഷമായി. അപ്പോൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി. ജീവന്റെ ഉറവിടമായ യഹോവയായ ദൈവം പൊടിയിൽ നിന്ന് നിർമ്മിച്ച മനുഷ്യപ്രതിമയുടെ മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി. നാം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ യഹ് എന്നും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വാ എന്നും അറിയാതെ പറഞ്ഞ് യഹോവയായ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ഭൂമിയിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞും യഹ്വേ എന്ന് കരഞ്ഞാണ് ജനിക്കുന്നത്. അന്നു മുതൽ മരിക്കുന്നത് വരെ ഇടതടവില്ലാതെ നാം വലിച്ചെടുക്കുന്ന ഓരോ ശ്വാസവും, പുറത്തേക്ക് വിടുന്ന ഓരോ ശ്വാസവും അറിയാതെ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ശ്വാസമാണ് എന്നെ ജീവനുള്ള ദേഹിയാക്കിയിരിക്കുന്നതെന്ന്. ആത്മാവും ബുദ്ധി, ഇച്ഛ, വികാരം, ചിന്ത തുടങ്ങി അടങ്ങിയിരിക്കുന്ന പ്രാണനും ശരീരവുമുള്ള ഒരു മനുഷ്യനാക്കിയിരിക്കുന്നതെന്ന്. അങ്ങനെ ദൈവവുമായുള്ള മനുഷ്യന്റെ മുറിച്ചു മാറ്റാൻ കഴിയാത്ത ബന്ധമായി ആ ജീവശ്വാസം. നമ്മുടെ സ്വന്തം ശ്വാസം കൊണ്ട്, നമ്മുടെ സ്വന്തം ജീവൻ കൊണ്ട് ദൈവത്തിൻ്റെ നാമം നിരന്തരമായി ഉച്ചരിക്കുവാൻ ദൈവം നമ്മെ രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ്. നാം സംസാരിക്കുന്ന ആദ്യത്തെയും അവസാനത്തെയും വാക്യമാണ് യഹ്. അതുകൊണ്ട് നമ്മുടെ ഓരോ ശ്വാസവും ഓരോ പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ ശ്വാസത്തിൻ്റെ ബലത്തിലാണ് നാം എല്ലാവരും ജീവിക്കുന്നത്. ചില നിമിഷങ്ങൾ ശ്വാസം കിട്ടാതെ വന്നാൽ നാം മൃതശരീരമായി. ദൈവവചനം പറയുന്നു, ഏതു മനുഷ്യൻ ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. ദൈവമൂതിയ ജീവശ്വാസമില്ലെങ്കിൽ നമ്മളില്ല. ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ, ചിന്തിച്ചാൽ, ആ ജീവശ്വാസം നൽകിയ ദൈവത്തെ എത്ര സ്തുതിക്കുമെന്നറിയാമോ? എത്ര താഴ്മയോടെ, എത്ര സ്നേഹത്തോടെ, എത്ര നിസ്വാർത്ഥമായി, എത്ര കൂട്ടായ്മയോടെ ജീവിക്കുമെന്നറിയാമോ? അതിനായി നമുക്ക് ജീവശ്വാസത്തെ ധാരാളമായി തന്ന സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കുന്നു.